വ്യാജ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് വോട്ടുകൾ നീക്കം ചെയ്യുന്നതിൽ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റിലും ആപ്പിലും ഇ-സൈൻ വെരിഫിക്കേഷൻ നടപ്പിലാക്കി. ഓൺലൈനായി വോട്ട് ചേർക്കാനും വോട്ട് ഒഴിവാക്കാനും രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നിർബന്ധമാണ്. വ്യാജ ഫോൺ നമ്പർ വഴി വോട്ടുകൾ ചേർക്കുകയും വോട്ടുകൾ ഒഴിവാക്കുകയും ചെയ്യുന്നുവെന്ന വിവരം രാഹുൽ ഗാന്ധി പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നടപടി. വോട്ട് മോഷണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. കർണാടകയിൽ 6000 വോട്ടുകൾ ഒഴിവാക്കാനുള്ള ശ്രമം നടന്നുവെന്നും മഹാരാഷ്ട്രയിൽ വോട്ടുകൾ അധികമായി ചേർത്തുവെന്നുമായിരുന്നു ആരോപണം തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി.ജെ.പിയും നിശിതമായ വിമർശനം രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തു. അതേ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഹുൽ ഉയർത്തിയ വാദങ്ങൾ ശരിയാണെന്ന തരത്തിൽ ഓൺലൈൻ നടപടികളിൽ ക്രമീകരണം വരുത്തിയത്. കമ്മീഷൻ സൈറ്റിലും ആപ്പിലും ഇ-സൈൻ വെരിഫിക്കേഷൻ നടപ്പിലാക്കി. ഇതോടെ ഓൺലൈനായി വോട്ട് ഒഴിവാക്കാനും ചേർക്കാനും ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ വേണം. വോട്ട് ചേർക്കൽ, വോട്ട് വെട്ടൽ, തിരുത്തൽ എന്നിവയ്ക്കുള്ള അപേക്ഷ നൽകുന്നതിനാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയത്. വ്യാജ നമ്പറുകൾ ഉപയോഗിച്ച് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ വോട്ടുകൾ ഒഴിവാക്കാനുള്ള ഇടപെടലുകൾ നടത്തിയെന്നതടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത്. പുതിയ സംവിധാനം ഏർപ്പെടുത്തിയതോടെ അപേക്ഷ പൂരിപ്പിച്ചു നൽകുമ്പോൾ IT മന്ത്രാലയത്തിന്റെ സൈറ്റിലേക്കാണ് ആദ്യം പോകുക. ശേഷം ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ OTP വരികയും അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാം. വ്യാജ മൊബൈൽ നമ്പറുകൾ വഴി വോട്ട് വെട്ടുന്നത് ഇതുവഴി ഒഴിവാക്കാമെന്നാണ് കമ്മീഷന്റെ കണക്കുകൂട്ടൽ. രാഹുൽ ഗാന്ധി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്ന് BJP വിമർശിക്കുമ്പോഴാണ് രാഹുൽ ഉന്നയിച്ച അതേ ആരോപണങ്ങൾ ശരിവെച്ചുകൊണ്ട് വോട്ടർ പട്ടിക കുറേക്കൂടി സുരക്ഷിതമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ തുടങ്ങിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.